സാൻഡ്വിച്ച് ഉണ്ടോ നമുക്ക് ചോദിക്കേണ്ട ആളോട്. നമ്മൾ സാധാരണഗതിയിൽ ഒരു സാധാരണ ഫുഡൊക്കെ കഴിക്കുമ്പോൾ അവിടെ കോഫിൻ്റെ കൂടെ എന്താ ഉണ്ടാവുക? സാൻഡ്വിച്ച് ഉണ്ടാവും, അല്ലെ ചായയുടെ സാൻഡ്വിച്ചിന് അറബിയിൽ സാൻഡ്വിച്ച് എന്നാണ് പറയുക. സാൻഡ്വിച്ച് സാൻഡ്വിച്ചാത്ത് എന്ന സാൻഡ്വിച്ചുകൾ എന്നർത്ഥം. എന്താ ഉള്ളത്? അപ്പോൾ അവർ പറഞ്ഞു എന്താണ് സാൻഡ്വിച്ച് ജുബന മുറബ്ബ എന്ന് പറയുന്നത് അതാണ്. ജാമും അതുപോലെ അജ്ബാനും ജുബനയും കൂട്ടിയിട്ടുള്ളതാണ് ജുബന മുറബ്ബ. ഓക്കെ, അതുപോലെ തന്നെ ഷവർമക്ക് അറബിയിൽ ഷവർമ എന്ന് പറയും. എന്തൊക്കെ ഷവർമ ലമ ഷവർമ. ഓക്കെ, അതുപോലെ തന്നെ നമ്മൾ ആ കൂട്ടത്തിൽ പറയുന്നതാണ് ബർഗർ ഉണ്ടല്ലോ. ബർഗർ എന്ന് തന്നെ പറയാം. ബർഗർ എന്നാണ് ഇവർ ഉപയോഗിക്കുക. അത് ബർഗറിൻ്റെ അതേ പേര് തന്നെ ഉപയോഗിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ സാൻഡ്വിച്ച് നമ്മൾ വാങ്ങുമ്പോൾ അതിൽ കുറേ നിയമങ്ങളുണ്ട്. അതായത് ഷത്ത, കെച്ചപ്പ്, ടമാറ്റം, അതേപോലത്തെ സാധനങ്ങളൊക്കെ. ഷത്ത കെച്ചപ്പ്, അതായത് ഒരു എന്താണ് അങ്ങനത്തെ സാധനമാണ് ഷത്ത. അവിടെ ചെന്നാലേ പറഞ്ഞ് മനസ്സിലാവുള്ളൂ. ഒരു തരം ടേസ്റ്റുള്ള സാധനമാണ് ഷത്ത. എല്ലാവർക്കും ഷത്ത പറ്റില്ല, എരിവ് ഉണ്ടാകും. അതുപോലെ കെച്ചപ്പ്, തക്കാളി പേസ്റ്റാണ്. നമ്മൾ പറയുന്ന കെച്ചപ്പിന് കെച്ചപ്പ് എന്ന് പറയും. ഓക്കെ, ഷത്ത വേണോ കെച്ചപ്പ് വേണോ, അതിൽ ടമാറ്റം കൂടെ ഇടും. ടമാറ്റം എന്ന് പറഞ്ഞാൽ തക്കാളി, ടമാട്ടർ എന്ന് നമ്മൾ പറയുമല്ലോ, അതാണ്. അപ്പോൾ ഇതാണ് അർത്ഥം. അതോടൊപ്പം തന്നെ നമുക്ക് പിന്നെ സാൻഡ്വിച്ചിന് വേറെ കുറേ സാൻഡ്വിച്ചുകളുണ്ട്. അതുപോലെ ബേദുണ്ട്. അതായത് ബേദിന് രണ്ട് രീതിയിലുണ്ട്. ബേദ് മഗ്ലി മഅൽ ഖുദറവാത്ത്, ബേദ് മഗ്ലി മഅൽ ഖിയാർ കക്കരിക്ക കൂട്ടിക്കൊണ്ടുള്ള, കുക്കുംബറും കൂട്ടിക്കൊണ്ട് നമുക്കെന്താണ് അതിൽ ബേദ് മഗ്ലി ഉണ്ട്. അതായത് മുട്ട പുഴുങ്ങിയതാണ്. ബേദ് മഗ്ലിയാണ് മുട്ട പുഴുങ്ങിയതല്ല, മസ്ലൂക്കാണ് പുഴുങ്ങിയത്. ബേദ് മഗ്ലി എന്നാൽ ഓംലേറ്റ്, അതായത് മുട്ട കൊണ്ട്. അതുപോലെ ഷെക്ഷൂക്ക ഉണ്ട്, കേട്ടിട്ടുണ്ടോ? ഷെക്ഷൂക്കയും മുഗളുകളൊക്കെ ഉണ്ടാകും. ഷെക്ഷൂക്ക. ഓക്കെ, ഷെക്ഷൂക്ക എന്ന് പറഞ്ഞാൽ മുട്ട കൊണ്ട് തോരൻ ഉണ്ടാക്കിയതാണ് ഷെക്ഷൂക്ക എന്ന് പറയാം. അപ്പോൾ ഷെക്ഷൂക്ക മനസ്സിലാക്കാം. അതുപോലെ തന്നെ അത് പൊതിയുന്നത് ഏതിലാകും എന്നതിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ നമുക്ക് വേണ്ടി സജഷൻ ചെയ്യാം. അബി ഫിൽ ഖുബ്സ്, അബി ഫി ഷബാദി, അബി ഫി പൊറാട്ടയിലാവണം, ചപ്പാത്തിയിലാവണം, അതുമല്ലെങ്കിൽ ഖുബ്സിലാവണം. കുബ്ബൂസിന് ഖുബ്സ് എന്നാണല്ലോ യഥാർത്ഥത്തിൽ പറയേണ്ടത്. അതുപോലെ തന്നെ സാമൂലി എന്ന് പറയുന്നത് നീണ്ട സാധാരണഗതിയിൽ ഉപയോഗിക്കുന്നതിന് സാമൂലി എന്ന് പറയും. നാട്ടിലെന്താണ് പറയാൻ എനിക്കറിയില്ല, അത്രയും അത് ഫേമസ് വേർഡാണ്. ഓക്കെ, അതേപോലെ തന്നെ ചെബി മയോനീസ് നമ്മൾ മയോനീസ് എന്ന് തന്നെ പറഞ്ഞാൽ മതി. ഖഫിഫുൽ മിൽഹ് ഉപ്പ് കുറക്കണേ, ഖഫിഫുൽ മിൽഹ് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെ സന്തുഷ്ടാത്തിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങളെയും നമ്മൾ പഠിച്ചു. അതൊക്കെ നമ്മൾ പിന്നെ പറഞ്ഞ് നമുക്കൊരു കടയിൽ ചെല്ലുമ്പോൾ ഒക്കെ ഒന്ന് മനസ്സിലാക്കണ്ടേ. അതുകൊണ്ട് തന്നെ ഇനി ഇത്തരം നിത്യജീവിതത്തിൽ ആവശ്യമായ വാക്കുകൾ പഠിക്കാൻ നിങ്ങൾ അറബിക് വേണ്ടി ഫോളോ ചെയ്യുക. ശുക്രൻ ലി ഹുസ്നി ഇസ്തിമാഇക്കും. മഅസ്സലാമ.